യേശുവിൽ സൗഖ്യമായിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാൻ വളരെ മനോഹരമായ ഒരു സമയം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങിയ പലരും പ്രഭാതം കാണാൻ കഴിയാതെ മരിച്ചുപോയി. ചിലർ കിടക്കയിൽ വെച്ച് രോഗികളായി തീർന്നു. ചിലരുടെ വീട്ടിൽ ആക്രമണങ്ങളും കൊള്ളയും മോഷണവും നടക്കുന്നു. ഇതിന്റെ ഇടയിൽ സമാധാനമുള്ള ഒരു ദിവസമല്ലേ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. നന്ദിയുള്ള ഹൃദയത്തോടും പ്രതീക്ഷയുള്ള മനസ്സോടും കൂടെ സർവശക്തന്റെ പാദപീഠത്തിൽ തിരുവചന ധ്യാനത്തിനായി നമുക്ക് അടുത്തു വരാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈബിൾ ഇല്ലാത്തവർ ദയവായി ഞങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ ബൈബിൾ തുറക്കുക. ടെലിവിഷൻ സെറ്റിനടുത്ത് നന്നായി കേൾക്കുകയും കാണുകയും ചെയ്യാവുന്ന ഒരു സ്ഥലത്ത് ഒരു ഇരിപ്പിടം തിരഞ്ഞെടുക്കുക. ബൈബിൾ തുറക്കാം. വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. അതായത് 12-ാമത്തെ പേജ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദി. അവിടുത്തെ വചനം ശ്രദ്ധിക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം കൂടെ തന്നല്ലോ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന വചനം, പ്രാണനെ തണുപ്പിക്കുന്ന വചനം, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന വചനം, ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുന്ന വചനം കേൾക്കുവാൻ തന്ന ഈ അവസരത്തിനായിട്ട് നന്ദി. വചനം ഇങ്ങനെ മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ലഭിച്ചിട്ടുള്ള മുഖാന്തരങ്ങളെ എല്ലാം ഓർത്ത് സ്തുതിക്കുന്നു. പിതാവേ, ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിലടിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ചിന്താഭാരങ്ങളും അവരെ വിടിവിച്ചിട്ട് ഏകാഗ്രതയോടുകൂടെ വചനത്തിലേക്ക് തിരിയുവാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ദൈവവചനം കേൾക്കുവാൻ ഇങ്ങനൊരു സമയം നമുക്ക് ലഭിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ജീവിതത്തിലെ വിവിധ ബന്ധപ്പാടുകളുടെ ഇടയിൽ, വിവിധ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു ഇത്തിരി ആശ്വാസം കിട്ടുന്നത് ഈ വചനമല്ലാതെ മറ്റൊന്നിലൂടെയും അല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനമായ ഈ വിശുദ്ധ ബൈബിളിലെ സന്ദേശങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കതിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഇറങ്ങിച്ചെല്ലാം. യേശു മനുഷ്യനെ നോക്കി വിളിച്ചു പറയുന്ന വാക്ക്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിന്റെ ഈ പ്രസ്താവനയിൽ മതമില്ല, ജാതിയില്ല, നിറമില്ല, വർഗമില്ല, വർണ്ണമില്ല. ഭൂമിയിൽ മനുഷ്യൻ തിരിച്ചിരിക്കുന്ന യാതൊരു തിരിവുകളും ഇല്ലാതെ മെശിയാ തമ്പുരാൻ വിളിക്കുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ. യേശു മനുഷ്യനെ കാണുന്ന കാഴ്ചപ്പാടാണ് ഒന്നാമത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും അവന്റേതായ കണ്ണുകൊണ്ടാണ് ജനത്തെ കാണുന്നത്. ഓരോ മതത്തിന്റെ പ്രവർത്തകരും അവരുടെ കണ്ണുകൊണ്ടാണ് മനുഷ്യനെ കാണുന്നത്. ഓരോ ഉദ്യോഗസ്ഥനും ആ കണ്ണുകൊണ്ടാണ് മനുഷ്യനെ കാണുന്നത്. എന്നാൽ യേശു മനുഷ്യനെ കാണുന്ന കാഴ്ചപ്പാട് ഒന്നാമത് ഇവിടെ നമുക്ക് വെളിപ്പെടുന്നു.
മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ നോക്കിയിട്ട് മെശിഹാ തമ്പുരാൻ വിളിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ. മനുഷ്യവർഗത്തെ കുറിച്ച് യേശുവിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ വെളിപ്പെടുന്നത്. മനുഷ്യനെ മതത്തിലോ രാഷ്ട്രീയത്തിലോ യേശുവിന് കാണാൻ പറ്റില്ല. യേശു മനുഷ്യനെ വേറൊരു നിലയിൽ കാണുന്നു. അതെ, യഥാർത്ഥ നിലയിൽ കാണുന്നു. യേശു മനുഷ്യനെ കാണുന്നത് ഭാരം ചുമക്കുന്നവനായിട്ടാണ്, അധ്വാനിക്കുന്നവനായിട്ടാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ആദ്യ നാളിൽ അവനില്ലാഞ്ഞതും പിന്നീട് അവന് വന്നുപെട്ടതുമായ ഒരു ദുരിതം, ഒരു ദയനീയ പരാജയമാണ് യേശു ഇവനിൽ കാണുന്നത്. ഇവിടെ നാം സുവിശേഷത്തിന്റെ ബാലപാഠത്തിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തോടൊപ്പം കൂട്ടായ്മ പാലിച്ചിരുന്ന മനുഷ്യൻ, പൂർണ്ണ സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയുമുള്ള മനുഷ്യൻ, പാപം നിമിത്തം ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടവനായി, പരാജിതനായി പർദീസയുടെ പടിയിറങ്ങിയ ഒരു കഥ ബൈബിളിന്റെ ഒന്നാമത്തെ പുസ്തകത്തിലുണ്ട്. ആ സംഭവത്തിൽ മനുഷ്യൻ നിരാശനായി, തേജസ് നഷ്ടപ്പെട്ട് പാപം നിമിത്തം അധപ്പതിച്ച ചിത്രമാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ മനുഷ്യനെ തേടി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ് ക്രിസ്തു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു. അതെ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനാണ് ക്രിസ്തു യേശു. മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ദിവ്യാത്മാവിനെ ഊതി അവനെ പൂർണ്ണ മനുഷ്യനാക്കി സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ പാപത്തിൽ തകർന്നു പോയ ഈ അവസ്ഥയിൽ നിന്ന്, ഈ ദുർഘട സ്ഥിതിയിൽ നിന്ന് ഈ മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ ഒരുക്കിയ പദ്ധതിയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ വന്ന ക്രിസ്തു മനുഷ്യനെ നോക്കി വിളിക്കുന്ന വിളിയാണ് ഇന്നത്തെ നമ്മുടെ വചനത്തിലുള്ളത്. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ. അതെ, മനുഷ്യനെ യേശു കാണുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യൻ, ഭാരം ചുമക്കുന്ന മനുഷ്യൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെടും? നമ്മളൊക്കെ ഏതോ മതത്തിന്റെ ആളുകളാണ്. നമ്മളൊക്കെ ഏതോ ചില സൊസൈറ്റിയുടെ ആളുകളാണ്. എന്നാൽ യേശുവിന് സൊസൈറ്റിയുടെ ആളുകളെ ആവശ്യമില്ല. യേശു വിളിക്കുന്നത് കഷ്ടപ്പെടുന്ന മനുഷ്യനെയാണ്, അധ്വാനിക്കുന്ന മനുഷ്യനെയാണ്, ഭാരം ചുമക്കുന്ന മനുഷ്യനെയാണ്. ഈ മനുഷ്യനെ നോക്കിയിട്ട് യേശു വിളിച്ചിട്ട് പറയുന്നു, എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് രാവിലെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ യേശുവിൻ്റെ ഈ വാക്ക് അതേ ശക്തിയോടെ നിങ്ങളുടെ മനസ്സിനോട് മന്ത്രിക്കുക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ആരും നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന പോലെ അല്ല യേശു നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വാസ്തവത്തിൽ അമ്മ എന്ന വാക്ക്
സ്നേഹം എന്നതിന് പര്യായപദമായിട്ട് എടുക്കുക. കാരണം അമ്മ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ്. ഈ അമ്മ ആശ്വസിപ്പിക്കുന്നവർ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറയും. അമ്മയുടെ ആശ്വാസം പ്രതിഫലം നോക്കാതെയാണ്. അമ്മയുടെ ആശ്വാസം കുറ്റങ്ങൾ കണക്കിടാതെയാണ്. അമ്മയുടെ ആശ്വാസം അമ്മയുടെ ആരോഗ്യം നോക്കിയല്ല. ഇതൊരു പൊതു തത്വമാണ്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. അതായത് അമ്മ ഒരു ദിവസം മരിക്കും. ഇല്ലെങ്കിൽ ചില അമ്മമാർ മറക്കും. അതെ, ഭൂമിയിലെ അമ്മമാർ മരിക്കുകയോ മറക്കുകയോ ചെയ്യാം. അപ്പോൾ വചനം വീണ്ടും പറയുന്നു, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അതെ, ഭൂമിയിലെ ഒരു മാതാവ് ചിലപ്പോൾ മരിച്ചുപോയെന്നിരിക്കും, ചിലപ്പോൾ മറന്നുപോയെന്നിരിക്കും. ഇന്ന് കുടുംബ വ്യവസ്ഥിതികൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തകർന്ന കുടുംബങ്ങൾ ധാരാളമുള്ളപ്പോൾ ഈ കുടുംബ തകർച്ചയുടെ പരിണിത ഫലങ്ങൾ അനാഥ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ അമ്മമാർ മക്കളെ മറക്കുകയും അമ്മമാർ കുടുംബത്തിന്റെ ഭദ്രത തകർക്കുകയും ചെയ്തത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അതെ, ചിലപ്പോൾ ചില അമ്മമാർ മറന്നെന്നിരിക്കും, ചിലപ്പോൾ ചില അമ്മമാർ മരിച്ചെന്നിരിക്കും. എന്നാൽ യേശു പറയുന്നു, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നത് നഷ്ടമല്ല. സാക്ഷാൽ ജീവിക്കുന്ന ദൈവപുത്രൻ 2000 കൊല്ലം മുമ്പ് എഴുതി വെച്ച ഒരു ഗ്രന്ഥം വായിക്കാനല്ല നിങ്ങൾ ഈ രാവിലെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കാനാണ് ഈ രാവിലെ നിങ്ങൾ ഇരിക്കുന്നത്. ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ ഇപ്പോൾ മന്ത്രിക്കുന്നു. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അമ്മ മറന്നാലും അമ്മ മരിച്ചാലും അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് പറയുന്ന ദൈവപുത്രൻ പറയുന്നു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അതെ, ഭൂമിയിലെ ആശ്വാസങ്ങളെല്ലാം ഒരു പരിധി വരെ ദരിദ്രമാണ്, ദുർബലമാണ്. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഭൂമിയിലെ എല്ലാ സ്നേഹങ്ങളും സ്വാർത്ഥത നിറഞ്ഞതാണ്. സ്വന്തമായി എന്തെങ്കിലും ഒരു കാര്യസാധ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് മിക്കവാറും ആളുകൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും. എന്നാൽ ഒന്നും ലാഭം പ്രതീക്ഷിക്കാതെ സഹായിക്കാവുന്ന കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ശരി, ആശ്വാസം, യേശുവിന്റെ ആശ്വാസം അതുല്യമാണ്. ഒന്ന്. രണ്ടാമത്തെ ഈ ഭാഗത്തെ സന്ദേശം, യേശുവിന്റെ ആശ്വാസം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? യേശുവിന്റെ ആശ്വാസം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? യേശുവിന്റെ ആശ്വാസം പ്രാപിക്കുവാൻ ചെയ്യേണ്ട കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്റെ അടുക്കൽ വരുവീ, എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, യേശു വിളിക്കുന്നത് മനുഷ്യനെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കഷ്ടപ്പെടുന്ന ഒരു സമൂഹം എന്ന നിലയിലാണ്. രണ്ടാമത്, യേശുവിന്റെ ആശ്വാസം അതുല്യമാണ്, മറ്റുള്ളവർ നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. മൂന്നാമത്തെ സന്ദേശം, യേശുവിന്റെ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ വില കൊടുക്കണ്ട. നിങ്ങൾ വില കൊടുക്കണ്ട. മുൻപുള്ള കാലങ്ങളെക്കാൾ പല പല വ്യത്യാസങ്ങൾ ഇന്ന് സമൂഹത്തിൽ വന്നു. അതിൽ ഒരു വ്യത്യാസമാണ്, ആശുപത്രികൾ വർദ്ധിച്ചു. ആശുപത്രികൾ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആശുപത്രി ഇല്ലാത്തത് കൊണ്ട് ചികിത്സ കിട്ടാതെ ചിലർ മരിച്ചു പോയിട്ടുണ്ട്. ആശുപത്രി വർദ്ധിച്ചു, നല്ല കാര്യം. പക്ഷേ ആശുപത്രിയുടെ പരസ്യം വർദ്ധിച്ചതോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റേഡിയോയിലും ടെലിവിഷനിലും കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ആശുപത്രിയിൽ
ഹൃദയത്തിന്റെ പരിശോധനയുടെ റേറ്റ് ഒക്കെ പറയുന്നുണ്ട്. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മറ്റെല്ലായിടത്തുമുള്ളതിനേക്കാൾ ഞങ്ങൾ റേറ്റ് കുറച്ച് ചെയ്യാം. ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ റേറ്റ് കുറച്ച് ചെയ്യാം. ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നതിന്, ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മറ്റ് ആശുപത്രിക്കാർ ചെയ്യുന്നതിനേക്കാൾ 50,000 രൂപ കുറച്ച് ചെയ്യാവുന്നൊരു പരസ്യം. ഇതെനിക്ക് തോന്നുന്നു ഈ 2000 ആണ്ടിന് ശേഷമേ ആശുപത്രിക്ക് പരസ്യം വന്നിട്ടു. വാസ്തവത്തിൽ ആശുപത്രി മനുഷ്യനെ സഹായിക്കാനുള്ള സ്ഥാപനം, ആശ്വസിപ്പിക്കാനുള്ള സ്ഥാപനം. അത് അവിടെ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ഞങ്ങൾ ചെയ്യാമെന്ന് ഒരാൾ പരസ്യം കൊടുക്കുമ്പോൾ ഓർക്കണം, ഇതും ബിസിനസ് ആയി കഴിഞ്ഞു. ഇതും ബാർഗെയിൻ ചെയ്യേണ്ട നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇതൊരു ലേലം വിളിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആശ്വാസം നമുക്കല്ല, അവർക്കാണെന്ന് വരുന്നു. അതെ, ആശുപത്രിക്കാർ രോഗികളെ കൊണ്ട് ആശ്വാസം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇഫക്റ്റാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതെ, ഈ ഭൂമിയിലെ ആശ്വാസമെല്ലാം ബിസിനസ്സായി മാറിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ വേദന അറിയുവാനോ അവനെ സഹായിക്കാനോ ആർക്കും കഴിയില്ല. എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ഒരു പൈസ കൊടുക്കണ്ട. അല്ല, നിങ്ങളൊരു നേർച്ച നേരണ്ട. എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ രോഗം മാറുകയാണെങ്കിൽ ഞാനൊരു പെരുന്നാൾ കഴിച്ചേക്കാം, എന്റെ കൊച്ചു പാസ്സാകുകയാണെങ്കിൽ ഞാനൊരു വഴിപാട് കഴിച്ചേക്കാം, ഈ യാത്രയിൽ അനർത്ഥമൊന്നും വരാതിരിക്കാമെങ്കിൽ കുരിശും തൊട്ടിയിൽ പൈസ ഇട്ടേക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ യേശു ക്രിസ്തുവിലുള്ള ആശ്വാസത്തിന് കാശ് കൊടുക്കണ്ട. കാശ് കൊടുത്താൽ തരുന്ന ദൈവങ്ങൾ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ, വിരോധമില്ല. യേശു നൽകുന്ന ആശ്വാസം തികച്ചും സൗജന്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പണം വാങ്ങുന്നവരുണ്ടെങ്കിൽ അത് അപരാധമാണ്. കാരണം ആശ്വാസം കൊടുക്കുന്നത് ഈ പ്രാർത്ഥിച്ച ആളല്ല, യേശുവാണ്. യേശു അത് തികച്ചും സൗജന്യമായിട്ടാണ് തരുന്നത്. നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കണം. ഈ ഒരു സന്ദേശം മാത്രം തികച്ചും സൗജന്യമാണ്. ലോകത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുന്ന ഏത് കേസിന്റെ പുറകിൽ ഒരു ബിസിനസ് കണ്ണു കാണും. സുവിശേഷത്തിന്റെ പുറകിൽ ഒരു ബിസിനസ് ഇല്ല. ഇത് സത്യമാണ്. ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങളത് മനസ്സിലാക്കും. അതെ, യേശു തരുന്ന ആശ്വാസം തികച്ചും സൗജന്യമാണ്. അത് പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുകയുമില്ല. ആ ആശ്വാസം മാർക്കറ്റ് ലെവലിലുമല്ല, മത ലെവലിലുമല്ല. മാർക്കറ്റിലെ ലെവലിൽ പറഞ്ഞാൽ പൈസ കൊടുത്തു വാങ്ങാം. മതത്തിന്റെ ലെവലിൽ പറഞ്ഞാൽ പുണ്യകർമ്മം ചെയ്തു വാങ്ങാം. ശ്രദ്ധിക്കുക, നമ്മൾ മതത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. നിരീശ്വരവാദികൾക്ക് പോലും ഏതെങ്കിലും ഒരു മതം കാണും. അപ്പൊ ഈ മതപരമായ കണ്ണുകൊണ്ട് കണ്ടാൽ നേർച്ച കാഴ്ചകൾ കഴിച്ചാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പുണ്യം മേടിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയാണല്ലോ ആളുകൾ ദൈവത്തെ വിളിക്കുന്നത്. അപ്പൊ എന്റെ ഈ കാര്യം സാധിച്ചെന്നാൽ ഞാനത് ചെയ്യാം, എന്റെ ഈ കാര്യം സാധിച്ചെന്നാൽ ഞാൻ അത് വേറൊന്നും ചെയ്യാം. ഇങ്ങനെ നേർച്ച നേരുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ നേർച്ചയും വഴിപാടുമായിട്ട് ആയുസ് മുഴുവൻ പാഴാക്കുന്നവരുണ്ട്. നിങ്ങളെ കുറ്റം പറയുവാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ എനിക്ക് സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഒരു മതത്തിന്റെയും ആളല്ല, ഞാൻ യേശുവിന്റെ ആളാണ്. യേശു നൽകുന്ന ആശ്വാസം മാർക്കറ്റ് ലെവലിൽ കാണരുത്, മതപരമായ ലെവലിലും കാണരുത്. മതപരമായിട്ട് അതിനെ കണ്ടാൽ നിങ്ങൾ അതിനു വേണ്ടി മെഴുകുതിരി കത്തിക്കുവാൻ മനസ്സുകൊണ്ടുവരുന്നു. മതപരമായി നിങ്ങൾ അതിനെ കണ്ടാൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു വഴിപാടിടാൻ തീരുമാനിക്കും. മതപരമായി കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ കണ്ടാൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു തീർത്ഥാടനം നടത്താൻ ഒരുങ്ങും. മതപരമായ കണ്ണുകൊണ്ട് നിങ്ങൾ അതിനെ കണ്ടാൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു സ്തോത്ര കാഴ്ച ഇടാൻ ഒരുങ്ങും. പൊന്നു സുഹൃത്തെ, മാന്യ സഹോദരി, കർത്താവായ യേശു നൽകുന്ന ആശ്വാസം
മതങ്ങൾ തരുന്നതല്ല, മതങ്ങളിലൂടെയുമല്ല. നിങ്ങളിപ്പോൾ നിൽക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ആശ്വാസം പ്രാപിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണു തുറക്കുമോ? യേശു നൽകുന്ന ആശ്വാസം മതങ്ങളെ, അത് മതങ്ങളിലൂടെയല്ല നൽകുന്നത്. നിങ്ങൾ ഈ വചനം വിശ്വസിച്ചാൽ യേശുവിന്റെ ആശ്വാസം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അതിന് മൂന്നാമതൊരു സഹായി വേണ്ട, അതിനൊരു മീഡിയേറ്റർ വേണ്ട. നിങ്ങൾ ഇന്ന് വിശ്വസിച്ചാൽ ഈ ആശ്വാസം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കർത്താവിന്റെ വചനം അതിവേഗം ഓടുന്നു. കർത്താവിന്റെ കൈ, അദൃശ്യമായ കൈ നിങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൊടുന്നു. അത് നിങ്ങളെ സൗഖ്യമാക്കുന്നു, അത് നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്നു, അത് നിങ്ങളെ ബലപ്പെടുത്തുന്നു. അതെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു ഈ രാവിലെ അരുളിച്ചു. യേശു നൽകുന്ന ആശ്വാസം മതപരമായ കണ്ണുകൾ കൊണ്ട് കാണരുത്. യേശു നൽകുന്ന ആശ്വാസത്തെ മതപരമായ മനസ്സുകൊണ്ട് കാണരുത്, കാണരുത്, കാണരുത്. ദയവായി ഞാൻ വിനയത്തോടെ അപേക്ഷിക്കട്ടെ, മതപരമായ ചിന്തയോടെ, കണ്ണോടെ യേശു നൽകുന്ന ആശ്വാസത്തെ കാണരുത്. രണ്ട്, ബിസിനസ് ലെവലിൽ, കച്ചവട ലെവലിൽ, മാർക്കറ്റിലെ ചിന്തയിൽ നിങ്ങൾ യേശു നൽകുന്ന ആശ്വാസത്തെ കാണരുത്. യേശു ആശ്വാസം വിൽക്കുന്നവനല്ല. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് അവനെ സഹായിക്കുവാൻ വന്നവനാണ് ദൈവപുത്രൻ. ഈ ആശ്വാസം വിലയ്ക്ക് വാങ്ങാമെന്നും നിങ്ങൾ ധരിക്കണ്ട. പിന്നെ എങ്ങനെ ഇത് വാങ്ങാം? ബൈബിളിൽ എഴുതിയിരിക്കുന്നു, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എനിക്ക് ഈ സന്ദേശം നിങ്ങളോട് ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വളരെ അധികാരത്തോടും വളരെ അനുഭവത്തോടും വളരെ അഭിമാനത്തോടും വളരെ സന്തോഷത്തോടും പറയുവാനുള്ളത്, ഈ പ്രസംഗിക്കുന്ന ഞാൻ പോലും അറിയാതെ യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വചനം നിങ്ങൾ കിലോമീറ്ററുകൾ അകലെയിരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രസംഗിച്ച ആളുമായിട്ടല്ല ബന്ധപ്പെടുന്നത്, ഈ വചനത്തിന്റെ ഉടമസ്ഥനായ യേശുവുമായിട്ട് ബന്ധപ്പെടുന്നു. എങ്ങനെ? വിശ്വാസത്താൽ. വചനം വിശ്വസിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് മനസ്സുകൊണ്ട് നടന്നു വരൂ, കർത്താവിന്റെ അടുക്കലേക്ക് ഹൃദയം കൊണ്ട് അടുത്തു വരൂ. എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു ഇന്ന് പ്രഭാതത്തിലും പറയുന്നു. അവന്റെ അടുക്കൽ വന്ന ആശ്വാസം പ്രാപിച്ച ആയിരങ്ങളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിരത്താനുണ്ട്. ബൈബിളിന്റെ പേജുകളിൽ നിന്ന് എത്രയോ ആളുകളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിരത്തി വെക്കാം. വരുന്ന ദിവസങ്ങളിൽ ഈ ചിന്ത തുടരും. യേശുവിന്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിച്ച വ്യക്തികൾ 1, 2, 3, 4, 5 ഇങ്ങനെ നിരത്തി വെക്കുവാൻ പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിലുള്ളത് പഴയ കഥയാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളെ തരാം. അതിൽ ഒന്നാമനാണ് ഞാൻ, നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ. ദിനംതോറും യേശുവിൽ നിന്നുള്ള ആശ്വാസം പ്രാപിക്കുന്നതിന്റെ നന്ദിയാണ് ഈ പ്രസംഗത്തിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, മറ്റാരുമല്ല, യേശുവുമായിട്ടുള്ള കടപ്പാടാണ് ഈ സന്ദേശത്തിന്റെ പിന്നിലെ ചേതോവികാരം. മറക്കണ്ട, യേശുവിന്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിച്ച അനവധി ആളുകളുടെ ഒരു ലിസ്റ്റ് തരുവാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഈ വചനത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒരു ചെറിയ വിശദീകരണം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നല്ലോ. യേശു രണ്ടാമത് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇവിടെ 2 തരം ആശ്വാസമുണ്ട്. ഒന്ന് താൽക്കാലിക ആശ്വാസം, 2 ശാശ്വതമായ ആശ്വാസം. വിശദീകരിച്ച് പറഞ്ഞാൽ, 1 ശാരീരിക സൗഖ്യം, 2 ആത്മീക സൗഖ്യം. വേറൊരു നിലയിൽ പറഞ്ഞാൽ, 1 ഭൗതിക വിടുതൽ, 2 ആധ്യാത്മിക വിടുതൽ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒന്നാമത്തേത് ലോകത്തിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം,
രണ്ടാമത്തേത് നിത്യതയിലേക്ക് എത്തിക്കുന്ന നിത്യ ആശ്വാസം. ഒന്നാമത്തേത് ലഭിക്കാൻ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ മതി. എന്ന് പറഞ്ഞാൽ രോഗം, സാമ്പത്തിക പ്രശ്നം, മാനസിക പിരിമുറുക്കം, വേദനകൾ, നിരാശകൾ, പാപഭാരങ്ങൾ, ഇതിനെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അതെ, ഷുവർ, സംശയിക്കേണ്ട, അങ്ങനെ തന്നെയാണ്. അവന് മുഖവിക്ഷയില്ല. അവന്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ അഭ്യാസമല്ല, അഭിനയമല്ല, പരമാർത്ഥമായി യേശുവേ, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സഹായിക്കണമേ, എന്റെ കുഞ്ഞിനോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടുള്ള ആരെ യേശു ഒഴിവാക്കിയിട്ടില്ല, നിന്നെ ഒഴിവാക്കത്തില്ല. എന്നാൽ രണ്ടാമതൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇന്ന് മുഴുവൻ പറഞ്ഞു തരാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഇന്നിവിടെ അവസാനിപ്പിക്കും. അങ്ങനത്തെ ആശ്വാസം പ്രാപിച്ചു കഴിഞ്ഞ് നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിന്നാൽ അവൻ നിങ്ങളെ ചിലത് പഠിപ്പിക്കും. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം ലഭിക്കും. യേശുവിൻ്റെ അടുക്കൽ പോട്ടയിലും മുരിങ്ങൂരും വിവിധ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ യേശുവിൻ്റെ അടുക്കൽ പോയി സൗഖ്യം പ്രാപിച്ചവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ആശ്വാസം കൊണ്ട് നിൽക്കരുത്. നിങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് പഠിച്ചാൽ ഇതിനേക്കാൾ വലിയ ആശ്വാസം, നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് അവൻ നിന്നെ നടത്തും. അതിനുവേണ്ടി നമുക്കിന്ന് മനസ്സുകൊണ്ടൊരുങ്ങാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. ഈ വചനം കേൾക്കുന്നവരിൽ രോഗികളായിരിക്കുന്നവർ അവരുടെ രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരിൽ മാനസികമായി തകർന്നിരിക്കുന്നവർ അവരുടെ നെഞ്ചത്ത് കൈവയ്ക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരിൽ കുടുംബത്തെ വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ തങ്ങളുടെ കൈ ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ആര് കാണുന്നു എന്ന് നിങ്ങൾ നോക്കണ്ട. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അതെ, ഒരു പരീക്ഷണം നടത്തൂ. ഇന്നൊരാശ്വാസം നിങ്ങളുടെ ശരീരത്തിൽ വരാൻ പോവുകയാണ്. ഇന്നൊരാശ്വാസം നിങ്ങളുടെ വീട്ടിൽ വരാൻ പോവുകയാണ്. അതെ, ഇന്ന് നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിൽ ഒരു ആശ്വാസം വരാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവിന്റെ ആശ്വാസത്തിന്റെ കരം ഈ രോഗിയുടെ മേൽ വരട്ടെ. ഈ മാനസികമായി തകർന്നവരുടെ മേൽ ഇപ്പോൾ ആ കരം നീട്ടപ്പെടട്ടെ. കുടുംബ തകർച്ചയിൽ ഇരിക്കുന്ന വീട്ടിലേക്ക് കർത്താവിന്റെ കൈ ഇപ്പോൾ തന്നെ നീണ്ടുവരട്ടെ. ഒരാശ്വാസം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആശ്വാസം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, അവിടുന്ന് അങ്ങനെ ചെയ്തതിനാൽ സ്തോത്രം. കർത്താവിനോട് ചേർന്ന് പഠിച്ച് നിത്യജീവന്റെ ആശ്വാസം പ്രാപിക്കുവാൻ എൻ്റെ മാന്യ സ്നേഹിതർക്ക് കൃപ ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചതിന് നന്ദി. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രാർത്ഥന അപേക്ഷകൾ, നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എഴുതണം. കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ബാബു ചെറിയാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 6, പിറവം 0485 224 35 15. ഈ നമ്പറിൽ വിളിക്കും.